ഞാനിന്ന് ഉത്ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രമേഹം കിഡ്നിയെ ബാധിക്കുന്ന വിഷയത്തെ പറ്റിയാണ്. പലർക്കുമുള്ളൊരു സംശയം, സ്ഥിരമായിട്ട് പ്രമേഹത്തിന് മരുന്ന് കഴിച്ചാൽ പ്രമേഹം കിഡ്നിക്ക് ബാധിക്കും എന്നുള്ളത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ മരുന്ന് ഇടക്ക് വെച്ച് നിർത്തുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി കഴിക്കാതിരിക്കുക ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രമേഹം കിഡ്നിക്ക് ബാധിക്കുന്ന രോഗം തന്നെയാണ്. പക്ഷേ പ്രമേഹത്തിന് കഴിക്കുന്ന ഒരു മരുന്നും കിഡ്നി രോഗം വരുത്തി വെക്കുന്നതല്ല. ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടി വരും. ഗുളിക കഴിക്കുമ്പോൾ ചിലർക്ക് ഇൻസുലിൻ ആക്കണം. അതിന്റെ അർത്ഥം ഗുളിക കിഡ്നി രോഗം ഉണ്ടാക്കി എന്നുള്ളതല്ല. അപ്പോൾ മരുന്നുകൾ കിഡ്നി രോഗം ഉണ്ടാക്കുന്നതല്ല, മറിച്ച് കൃത്യമായ പ്രമേഹ നിയന്ത്രണം സാധ്യമായിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് കാലം കഴിയുമ്പോൾ, ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ പ്രമേഹം കിഡ്നിക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ 2 മെയിൻ ടെസ്റ്റുകളാണ് ഉള്ളത്. ഒന്നാമത്തെ മൂത്രത്തിൽ ആൽബുമിൻ. നമ്മൾ സാധാരണ ഉള്ള ഒരു മൂത്രം ടെസ്റ്റിൽ പോരാ, നമ്മൾ മൈക്രോ ആൽബുമിൻ എന്നൊരു ടെസ്റ്റ് ഉണ്ട്. മൈക്രോ ആൽബുമിൻ നോർമൽ അത് 30ന്റെ താഴെയാണ്. അപ്പോൾ അതിന്റെ അളവ് നോക്കണം. തുടക്കത്തിൽ ഉള്ള ഒരു കിഡ്നി രോഗം കണ്ടുപിടിക്കാൻ യൂറിൻ മൈക്രോ ആൽബുമിൻ, അതുപോലെ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ, ഈ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ അത് കൂടുതലാവുമ്പോൾ പിന്നീടാണ് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യേണ്ടത്. സീറം ക്രിയാറ്റിനിൻ നോർമൽ 0.4 മുതൽ 1.4 വരെയാണ്. അപ്പൊ കിഡ്നി ഡാമേജ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ക്രിയാറ്റിന്റെ അളവ് കൂടുതൽ തുടങ്ങും. അത് 1.4 കൂടി ക്രമേണ കൂടാം. പക്ഷെ നമ്മൾ കൃത്യമായ പ്രമേഹ ചികിത്സ, ഭക്ഷണക്രമം, എക്സസൈസ്, കൃത്യമായ മരുന്ന് ഉപയോഗിക്കല്, ആവശ്യമാണെങ്കിൽ ഇൻസുലിൻ ഉപയോഗിക്കല്, ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പ്രമേഹത്തിന്റെ തോത് വെറും വയറ്റിൽ 110ന്റെ താഴെ, ഭക്ഷണം കഴിച്ചാൽ 140ന്റെ താഴെ, അതുപോലെ HbA1c എന്ന് പറഞ്ഞാൽ 3 മാസത്തെ ശരാശരി അത് 7ന്റെ താഴെ നിലനിർത്തുന്ന ഒരാളുകൾക്ക് കിഡ്നി രോഗം പ്രമേഹം കൊണ്ട് വരുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് കൃത്യമായ പ്രമേഹ ചികിത്സ മൂലം നമുക്ക് കിഡ്നി രോഗത്തെ തടയാൻ കഴിയും. അതല്ലാതെ മരുന്ന് കഴിച്ചത് കൊണ്ട് ഒരാൾക്കും കിഡ്നി രോഗം വരില്ല.